അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1314. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യസാലുന്നാസു ബിഖൈരിൻ, ജനങ്ങൾ നന്മയിലായിക്കൊണ്ടേയിരിക്കും, മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറയെ ഉളനിപ്പിക്കുന്ന കാലത്തോളം. നോമ്പ് തുറ സമയം ഉറപ്പായാൽ നോമ്പ് തുറക്കണം. നോമ്പ് തുറ പിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ഖൈറല്ല. പക്ഷേ അസ്തമയത്തോടുകൂടെയാണ് നോമ്പ് തുറക്കുന്ന സമയം. ആ നോമ്പ് തുറയുടെ സമയം കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഉറപ്പുവരുത്തണം. സമയം ആയോ ഇല്ലേ എന്നറിയാത്ത രൂപത്തിൽ നാം നോമ്പ് തുറക്കരുത്. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. നമ്മുടെ പരിസര പള്ളികളിൽ നിന്നൊക്കെ പലപ്പോഴും 2-3 മിനിറ്റൊക്കെ 5 മിനിറ്റ് വരെ വ്യത്യാസങ്ങളുടെ ബാങ്ക് കേൾക്കാം. ചില ബിദ്അത്തുകാരുടെ പള്ളികളിൽ നിന്നൊക്കെ 5 മിനിറ്റ് മുമ്പൊക്കെ ബാങ്ക് കൊടുത്തേക്കാം. നമ്മൾ ആ സമയത്ത് സമയമാവാതെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണി കിടന്ന് പ്രത്യേകമായൊരു ഇബാദത്ത്, അല്ലാഹു തആല നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് വളരെ താല്പര്യം പറഞ്ഞ ആ ഒരു പ്രത്യേകമായ ഇബാദത്താണ് നോമ്പ്. ആ നോമ്പ് നമുക്ക് പ്രതിഫലാർഹമാകണമെങ്കിൽ, ആ നോമ്പ് യഥാർത്ഥ നോമ്പാവണമെങ്കിൽ അത് നാം കൃത്യമായി അതിൻ്റെ സമയം നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ബാങ്ക് കേൾക്കുമ്പോഴേക്ക് തുറക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ശരിയല്ല. അത് ഏത് ബാങ്കാണോ, സമയമായിട്ടുള്ള ബാങ്കാണോ അല്ലയോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടാൻ കാരണമാകും. മാത്രമല്ല, ഇഫ്താറിൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് എത്തൊക്കെ ചെല്ലുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് ആ സമയത്ത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്, എനിക്ക് നീ സ്വർഗപ്രവേശനം തരണേ അല്ലാഹ് എന്ന ദുആ ആ സമയത്ത് നാം വർദ്ധിപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞ സമയമാണ്. ആ സമയം നമ്മുടെ ബഹളത്തിലും മറ്റുമായി പോവുകയാണ്. ബാങ്കിന് ഇജാബത്ത് നമ്മൾ നൽകുന്നില്ല. അധിക പേരും ആ ബാങ്കിന്, മഗ്‌രിബിലെ ബാങ്കിന് നമ്മൾ നോമ്പ് തുറക്കുന്ന തിരക്കിലായി പോവുകയാണ്. ശരിക്കും കൃത്യമായ രൂപത്തിൽ ബാങ്കിന് ഉത്തരം നൽകി ബാങ്കിൻ്റെ ദുആയും കഴിഞ്ഞ് നോമ്പ് തുറന്നാലും മതി. അപ്പം നമുക്ക് പൂർണ്ണമായ നിലക്ക് നമുക്ക് ഉറപ്പായി സമയം. ഇനി നോമ്പ് തുറക്കുകയാണെങ്കിൽ തന്നെ ആ ഇജാബത്ത് ബാങ്കിന് കൃത്യമായ രൂപത്തിൽ നമ്മൾ ഇജാബത്ത് നൽകണം, ഉത്തരം നൽകണം. ബാങ്കിന് ശേഷമുള്ള ദുആ നടത്തണം, ഇഫ്താറിന് ശേഷമുള്ള ദുആ, ഇതൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ച് നമ്മുടെ നോമ്പ് കൃത്യമായ രൂപത്തിലാവണം. ആദബുകൾ നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. ഇതുപോലെ തന്നെ ചില ബിദ്അത്തുകാരുടെ പള്ളികളിൽ നിന്ന് സുബ്ഹി ബാങ്ക് വളരെ വൈകി കൊടുക്കാറുണ്ട്. ആ ബാങ്ക് പ്രതീക്ഷിച്ച് നമ്മുടെ സമയം ഫജ്റായതിന് ശേഷവും വീണ്ടും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തുകയും സമയമായോ ഇല്ലേ എന്ന് അറിയുകയൊക്കെ വേണം. എന്നാലേ നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാവുള്ളൂ. അല്ലാഹു തആല നമ്മുടെ നോമ്പും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട യഥാർത്ഥ രൂപത്തിൽ അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.